ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. ബഹളത്തിനിടയിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പിരിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. കത്തിക്കയറുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തുടക്കം മുതലേ പ്രക്ഷോഭമുയർത്താനുള്ള തന്ത്രമാണ് സ്വീകരിച്ചത്. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കോടതിയിലുള്ള വിഷയമായതിനാൽ തള്ളിപ്പോകാനുള്ള സാധ്യതയും, അല്ലാത്ത പക്ഷം ചർച്ചയ്ക്കെടുത്താൽ പോലും ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്ന വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്ന ബാനർ ഉയർത്തി ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധിച്ചു. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാകുന്ന രംഗങ്ങൾ. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതോടെ സഭ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചു. 10 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയും ശരണം വിളിച്ചും പ്രതിഷേധം തുടർന്നു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റിപ്പോർട്ട് അവതരണവും ബില്ല് അവതരണവും ഉൾപ്പെടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും. അതേസമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് സഭയിൽ കണ്ടതെന്നാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പാഴ്വേലയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെച്ചൊഴിയുന്നതുവരെ UDF ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.